ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു സുപ്രഭാതം. എല്ലാവരും നല്ല എനർജിക്കറ്റിക് ആയിട്ടൊക്കെ നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചായയെ കുടിച്ച് ഉഷാറായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഒരു അടിപൊളി ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സുകൾ PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് അതുൽ രാജ്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പൊളിറ്റി സബ്ജക്റ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുക. ഈ പറയുന്ന പോലെ ഫുൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുക. രാവിലെയാണ്. ഓക്കെ, ഉറങ്ങാതെയൊക്കെ നല്ലൊരു ചായ കുടിച്ചൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിയേ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രക്രിയയെ സംബന്ധിച്ച വകുപ്പ് ഏത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇംപീച്ച്മെന്റ് അല്ലേ, പ്രസിഡന്റ് ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 61, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 54, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 60. ഓക്കെ, ഞാനൊരു കാര്യം അതിനു മുമ്പായിട്ട് പറയാം. നമുക്ക് ഈ പോളിറ്റി സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ കൺസെപ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ പഠിക്കുന്ന കാര്യം ഒന്ന് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ വെറുതെ ഒരു ആർട്ടിക്കിൾ പഠിച്ചിട്ട് പോയിട്ട് ഇത്ര ആർട്ടിക്കിൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിന്റെ പ്രോസസ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്താവനയായിട്ട് എന്താണ് ഇംപീച്ച്മെന്റ്, എങ്ങനെയാണ് ഒരു പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ പുറത്താക്കുന്നത്, അതിന്റെ ഒരു ഇതായിരിക്കും ചോദിക്കുന്നത്. പ്രോസസ്സ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മൊത്തത്തിലൊന്ന് ഡീപ്പായിട്ട് പഠിക്കാം. നമ്മൾ എന്തായാലും പഠിക്കുകയാണ് അല്ലേ, എന്തായാലും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഡീപ്പായിട്ട് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഈ പറയുന്ന പോലെ ഈ പഠിക്കുന്നതിന് മുമ്പ് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ് പൊളിറ്റി. ഈ നിങ്ങളുടെ സിലബസിലുള്ളതിൽ ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത് പൊളിറ്റി ആയിരിക്കും. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആ 4 ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം എന്താണ് എലക്ഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റ്, ആരാണ് പ്രസിഡന്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കണം. ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ്, വിഷയമാണ് പൊളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വലിയ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന പോലെ 395 ആർട്ടിക്കിൾ, 470 ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ആരും പറയുന്നില്ല. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ആർട്ടിക്കിൾ, സ്ഥിരമായി PSC കൈവയ്ക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റീസെന്റ് ന്യൂസുകളായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കുറച്ച് ആർട്ടിക്കിൾസേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ ഒന്ന് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് പ്രക്രിയയെ സംബന്ധിച്ച അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 61, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72, ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 54, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 60. അപ്പൊ പറഞ്ഞേ, ഏതാണ് ആർട്ടിക്കിൾ? ഇതിനകത്ത് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61 ആണ് ഉത്തരം അല്ലേ. ആർട്ടിക്കിൾ 61ലാണ് എന്ത് പറയുന്നത്? ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റിനെ പറ്റി പറയുന്നത് അല്ലേ. പ്രസിഡന്റിനെ പുറത്താക്കുന്ന ആ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ പ്രസിഡന്റിനെ പുറത്താക്കുന്ന ആ ഒരു സംഭവം പറയുന്നത് ഏത് ആർട്ടിക്കിളിനകത്താണ്? ആർട്ടിക്കിൾ 61ലാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ഇനി എന്താണ് ഇംപീച്ച്മെന്റ്? ചുമ്മാ അങ്ങ് പ്രസിഡന്റിനെ പുറത്താക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പ്രസിഡന്റിനെ ചുമ്മാ അങ്ങ് പുറത്താക്കുകയല്ല. നമുക്ക് നോക്കാം. നമുക്ക് പ്രസിഡന്റ് എലക്ഷൻ പഠിച്ചാലോ. എലക്ഷൻ പഠിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട് അല്ലേ. 54, ആർട്ടിക്കിൾ 54ലാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 54ലാണ് എന്ത്? എലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് പറയുന്നത് അല്ലേ. ആർട്ടിക്കിൾ 54ലാണ് എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് പറയുന്നത്. അതിനകത്ത് എന്താണ്? ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒരു കൂട്ടം, ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു സംഘമുണ്ട്. ആ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഇംപീച്ച്മെന്റ് പ്രോസസ്സിലും കുറച്ച് ആൾക്കാർക്ക് പങ്കെടുക്കാം, കുറച്ച് ആൾക്കാർക്ക് പങ്കെടുക്കാതിരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇംപീച്ച്മെന്റിലോട്ട് വരാം. ഇംപീച്ച്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കൽ. അതിന്റെ പ്രക്രിയയെ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രസിഡന്റിനെ പുറത്താക്കുമ്പോൾ ഈ ഒരു ചോദ്യം, ഈ ഒരു ഭാഗത്തു തന്നെ നിരവധി ചോദ്യങ്ങളാണ് PSC ചോദിച്ചിട്ടുള്ളത്. തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കും. ഓക്കെ, അപ്പം ഒരു പ്രസിഡന്റിനെ പുറത്താക്കണമെങ്കിൽ നമുക്ക് അതിനായിട്ടൊരു കാരണം കാണാം അല്ലേ. അദ്ദേഹം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിന്ദിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിസ്ബിഹേവിയർ, അദ്ദേഹത്തിന്റെ ഓഫീസ് കപ്പാസിറ്റി മിസ്യൂസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താലാണ് പ്രസിഡന്റിനെ പുറത്താക്കാൻ പറ്റുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുറത്താക്കാനായിട്ട് ഒരു പ്രമേയം തയ്യാറാക്കണം അല്ലേ. ഒരു പ്രമേയം തയ്യാറാക്കി ഈ പറയുന്ന പോലെ 2 സഭകളിലും പാസ്സാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രസിഡന്റിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ ഈ ഒരു പ്രമേയം, പ്രസിഡന്റിനെതിരെയുള്ള പ്രമേയം എന്ത് ചെയ്യണം? പാസ്സാക്കണം. പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. എന്നാൽ മാത്രമേ ഈ പ്രസിഡന്റ് എന്താവുള്ളൂ? അവിടെ ഓഫീസ് വിട്ട് ഇറങ്ങേണ്ടി വരുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ഇത് വന്നത്? വേറൊരു ചോദ്യമാണ്, എവിടെയാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ,
ഓപ്ഷൻ സി രണ്ടിലും അവതരിപ്പിക്കാം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവയൊന്നുമല്ല. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു പ്രസിഡന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം ഏത് സഭയിൽ വേണമെങ്കിലും തുടക്കത്തിൽ അവതരിപ്പിക്കാം. ലോക്സഭയിലോ വെക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിലോ വെക്കാം. ഓക്കെ, അല്ലാതെ ലോക്സഭയിലായിരിക്കണം ആദ്യം പ്രസിഡന്റ്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. മിക്കവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ലോക്സഭയിലാണ് ആദ്യമായിട്ട് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ലോക്സഭയിലോ രാജ്യസഭയിലോ എന്ത് ചെയ്യാം? ഈ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് തുടങ്ങി വെക്കാം. എവിടെ വേണമെങ്കിലും ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കാം. ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് രാജ്യസഭ എടുത്തു. രാജ്യസഭയിൽ ഞാൻ രാജ്യസഭ മെമ്പറാണ്. ഞാൻ ആരാണ്? ഒരു രാജ്യസഭ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാജ്യസഭയിൽ ഈ പ്രമേയം മുന്നോട്ട് വെച്ചു. ഒരു പ്രമേയം, അതായത് എനിക്ക് ഈ പ്രസിഡന്റ് കള്ളക്കളികളൊക്കെ അറിയാമായിരുന്നു. ഞാനത് പ്രമേയം രൂപത്തിൽ തയ്യാറാക്കി ഞാൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ ഞാൻ ലോക്സഭ മെമ്പർ ആയിരുന്നെങ്കിൽ ഞാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചേനെ. അപ്പം എവിടെ വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം. അപ്പം ഞാൻ രാജ്യസഭയിൽ എന്ത് ചെയ്തു? ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഒരു പ്രമേയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. ഇനി ഈ പ്രമേയം മുന്നോട്ട് പോകണമെങ്കിൽ, ഈ പ്രമേയം മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾക്ക് പോകണമെങ്കിൽ രാജ്യസഭയിലുള്ള മൊത്തം അംഗസംഖ്യയുടെ, കേൾക്കുക, രാജ്യസഭയിലുള്ള മൊത്തം അംഗസംഖ്യയുടെ 4/1 ആൾക്കാരുടെ പിന്തുണ ആവശ്യമാണ്. ഭൂരിപക്ഷമല്ല, പിന്തുണ, സപ്പോർട്ട്. അതായത് ഈ പ്രമേയത്തിന് എന്ത് വേണം? 1/4 ആൾക്കാരുടെ സപ്പോർട്ട് വേണം. 1/4 ആൾക്കാരുടെ സപ്പോർട്ട് വേണം. ക്ലിയർ ആയോ? പിന്തുണ, ഭൂരിപക്ഷമല്ല, പിന്തുണ. ഓക്കെ, ഞാനൊരു പ്രമേയം രാജ്യസഭ മെമ്പർ ആയതുകൊണ്ട് ഞാൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് ശേഷം അത് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾക്ക് പോകണമെങ്കിൽ 4/1 ആൾക്കാരുടെ പിന്തുണ ആവശ്യമാണ്. അങ്ങനെ 4/1 ആൾക്കാരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്, അല്ലെ? വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ, അല്ലെ? വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആളാണ് എന്ത്? അദ്ദേഹമാണ് രാജ്യസഭയുടെ കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ചെയർമാൻ എന്ത് ചെയ്യും? രാജ്യസഭ ചെയർമാൻ ഇത്രയും പേരുടെ സപ്പോർട്ട്, ഇത്രയും പേരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ രാജ്യസഭ ചെയർമാൻ എന്ത് ചെയ്യും? അത് അഡ്മിറ്റ് ചെയ്യും. എന്തത്? ആ ഒരു പ്രമേയം അംഗീകരിക്കും. ഓക്കെ, അപ്പൊ രാജ്യസഭ ചെയർമാൻ എന്ത് ചെയ്യും? ഈ ഒരു പ്രമേയം അംഗീകരിക്കും, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെയർമാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. ഓക്കെ, ഒരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. എന്തിനാ ഈ നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൂൾ ഓഫ് പീരീഡ് ആണ്. പ്രസിഡന്റ് തന്റെ വാദപ്രതിവാദങ്ങൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം, ആ ഒരു ഡിഫൻസ് കൗൺസിലൊക്കെ തയ്യാറാക്കാനുള്ള സമയമാണ്. അതിനൊരു 14 ദിവസം നോട്ടീസ് പീരീഡ് കൊടുക്കും. ഈ 14 ദിവസം രാജ്യസഭയിൽ ഈ പറയുന്നതിനെ വേറെ പറ്റിയ സഭകളിലൊന്നും വേറെ ഇതിനെപ്പറ്റി ചർച്ചകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ 14 ദിവസം നോട്ടീസ് പീരീഡ് കൊടുത്തു. ഈ 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ കുറ്റം നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാജ്യസഭയുടെ മൊത്തം ഭൂരിപക്ഷത്തെ, മൊത്തം അംഗസംഖ്യയുടെ ഏത് മെജോറിറ്റി പാസ്സാവണം? 2/3 മെജോറിറ്റി, അല്ലെ? 3/2 ഭൂരിപക്ഷം. 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സായാൽ, ഈ ഭൂരിപക്ഷത്തിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ മെജോറിറ്റി, അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയും. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയും. അതായത് മൊത്തം അംഗസംഖ്യയുടെ 2/3 മെജോറിറ്റി, അല്ലെങ്കിൽ 3/2 ആൾക്കാരടങ്ങുന്ന അത്രയും പേരുടെ ഭൂരിപക്ഷം എന്തിനാവശ്യമാണ്? ഇത് പാസ്സാകാൻ ആവശ്യം. അങ്ങനെ 2/3 മെജോറിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പാസ്സായി? രാജ്യസഭയിൽ പാസ്സായി. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു, ഞാൻ രാജ്യസഭ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എവിടെ ആയിരിക്കും അവതരിപ്പിച്ചത്? രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത്, അല്ലേ? രാജ്യസഭ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ എവിടെ അവതരിപ്പിച്ചു? രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഓക്കെ, രാജ്യസഭയിൽ അവതരിപ്പിച്ചത് മനസ്സിലാക്കുക. അപ്പൊ രാജ്യസഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം എന്താണ്? ഞാൻ 1/4 ആൾക്കാരുടെ, ആ രാജ്യസഭയിൽ ആ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തില് 1/4 ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അത് 1/4 ആൾക്കാരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആരാണ്? ചെയർമാനാണ്. അങ്ങനെ ചെയർമാൻ എന്ത് ചെയ്യും? അത് അഡ്മിറ്റ് ചെയ്യും. ചെയർമാൻ ഈ ഒരു പ്രമേയം എന്ത് ചെയ്യും? അംഗീകരിച്ചതിന് ഒരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. ആ 14 ദിവസത്തെ നോട്ടീസ് പീരീഡിന് ശേഷം വീണ്ടും ഇതേ മെജോറിറ്റി, അതായത് 2/3 മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷത്തിൽ ആ സഭയിൽ പാസ്സായി കഴിഞ്ഞാൽ എവിടെ പാസ്സായി? രാജ്യസഭയിൽ പാസ്സായി. ക്ലിയർ ആയല്ലോ? ഇനി രാജ്യസഭയിൽ പാസ്സായി കഴിഞ്ഞാൽ ഇത് നേരെ എങ്ങോട്ട് പോകും? ലോക്സഭയിലേക്ക് പോകും. അടുത്ത സഭയിലേക്ക് പോകും. നമുക്കറിയാം ലോക്സഭ നിയന്ത്രിക്കുന്ന ആരാ? ലോക്സഭ നിയന്ത്രിക്കുന്ന സ്പീക്കറാണ്, അല്ലേ? സ്പീക്കറാണ്.
സ്പീക്കർ ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. എന്താണ്? ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. സ്പീക്കർ ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. ഈ എൻക്വയറി കമ്മിറ്റിയുടെ മുൻപാകെ ആര് ഹാജരാവണം? പ്രസിഡന്റ് ഹാജരാകണം. ഈ എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പാകെ പ്രസിഡന്റ് ഹാജരാകണം. ലോക്സഭ അംഗങ്ങളെ വെച്ചുകൊണ്ട് ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റിക്ക് മുമ്പാകെ പ്രസിഡന്റ് ഹാജരാകണം. അവിടെ ഒരു വാദപ്രതിവാദം നടക്കും. എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പാകെയും പ്രസിഡന്റിന് മുമ്പാകെ എന്താണ്? ഒരു വാദപ്രതിവാദം. പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ അവിടെ കേൾക്കണം. അതുപോലെ എൻക്വയറി കമ്മിറ്റി അങ്ങനെ ഒരു വാദപ്രതിവാദം അവിടെ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ എൻക്വയറി കമ്മിറ്റി ഈ പ്രസിഡന്റ് വാദങ്ങളൊക്കെ കേട്ടിട്ട് ഒരു റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യും, ലോക്സഭയിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആ റിപ്പോർട്ടിനകത്ത് പ്രസിഡന്റ് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടിലും എന്താണ് ഈ പറയുന്ന പ്രസിഡന്റ് കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ ആ കുറ്റം അതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോക്സഭയിലും ഏത് മെജോറിറ്റി വേണം, ഏത് ഭൂരിപക്ഷം വേണം അത് പാസ്സാവാൻ? അവിടെയും 2/3 മെജോറിറ്റി. ഓക്കെ, 2/3 ഭൂരിപക്ഷം ലോക്സഭയിലും പാസ്സായി കഴിഞ്ഞാൽ എവിടെ പാസ്സായി? ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്താണ് അടുത്ത പ്രോസസ്സ്? എന്താണ്? പ്രസിഡന്റിനെ എന്ത് ചെയ്യാം? പുറത്താക്കാം. ക്ലിയർ ആണോ? ഇതാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഏത് സഭയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ പ്രമേയം നമുക്ക് അവതരിപ്പിക്കാം. ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പ്രമേയം അവതരിപ്പിക്കാം. അങ്ങനെ ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾ എന്ന നിലയിൽ ഞാൻ രാജ്യസഭ മെമ്പറാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ രാജ്യസഭയിൽ എന്ത് ചെയ്തു? ഈ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം ആ പ്രമേയത്തിന് എത്ര പേരുടെ സപ്പോർട്ട് വേണം? 4/1 ആൾക്കാരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രമേയം മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ആരനുവദിക്കും? ചെയർമാൻ അവതരിപ്പിക്കും. ഓക്കെ, ചെയർമാൻ എന്ത് ചെയ്യും? അത് മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കും. അപ്പൊ ചെയർമാൻ രാജ്യസഭയായതുകൊണ്ട് ചെയർമാൻ എന്ത് ചെയ്യും? ചെയർമാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. അതിനുശേഷം വീണ്ടും കുറ്റം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷമായ 2/3 മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ എവിടെ പാസ്സായി? രാജ്യസഭയിൽ പാസ്സായി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകും? ലോക്സഭയിലേക്ക് പോകും. ലോക്സഭ നിയന്ത്രിക്കുന്ന ആരാണ്? സ്പീക്കറാണ്. സ്പീക്കർ എന്ത് ചെയ്യും? ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കും. ആ എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പാകെ ആര് ഹാജരാകണം? പ്രസിഡന്റ് ഹാജരാകണം. എന്നിട്ട് അവിടെ എന്താണ്? ഒരു വാദപ്രതിവാദം അവിടെ നടക്കും. അതിനുശേഷം ആ ലോക്സഭയിൽ വീണ്ടും 2/3 മെജോറിറ്റിയിലെ കുറ്റം, അതായത് ഈ എൻക്വയറി കമ്മിറ്റി ഒരു റിപ്പോർട്ട് ലോക്സഭയിൽ സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന പോലെ പ്രസിഡന്റ് കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ 2/3 മെജോറിറ്റി അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സായി കഴിഞ്ഞാൽ എവിടെ പാസ്സായി? ലോക്സഭയിൽ പാസ്സായി. ഇതാണ് എന്ത്? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഇംപീച്ച്മെന്റ്, അതാണ് ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത്. ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രസ്താവനയായിട്ട് ചോദ്യരൂപേണയായിട്ട് വരാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി. ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യറി പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇതൊരു എന്താ ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജുഡീഷ്യറിയുടെ എല്ലാം കോപ്പിയല്ല, പകുതി എന്നർത്ഥമാണ്. ജുഡീഷ്യറിയുടെ ഒരു പ്രിൻസിപ്പിൾ, ജുഡീഷ്യറി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പ്രോസസ്, ഇംപീച്ച്മെന്റ് പ്രോസസ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. അതായത് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ഇസ് എ ക്വാസി ജുഡീഷ്യൽ പ്രോസസ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ക്വാസി ജുഡീഷ്യൽ പ്രോസസ് ആണ്. കാരണം നിങ്ങൾ നോക്കിയേ, ഇവിടെ എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റ് അതിന് മുമ്പാകെ ഹാജരായി. അവർ തമ്മിലവിടെ ഒരു വാദപ്രതിവാദം നടക്കുന്നു. അത് ജുഡീഷ്യറിയിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ? ഇനി 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കുന്നത് അതും ജുഡീഷ്യറി നടക്കുന്ന പ്രോസസ് അല്ലേ? കോടതികളൊക്കെ നടക്കുന്ന പ്രോസസ് അല്ലേ? അതുകൊണ്ടാണ് അതായത് കോടതിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. കോടതി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? ഈ പറയുന്ന ഇംപീച്ച്മെന്റ് പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. സോ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്? ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അർദ്ധ ജുഡീഷ്യറി പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് തെറ്റിക്കരുത്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ക്വാസി ജുഡീഷ്യൽ പ്രോസസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്വാസി ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്യുന്നില്ല. അതിന് ചില പ്രിൻസിപ്പിൾസ്, ചില പ്രക്രിയകളൊക്കെ ഈ പറയുന്ന പോലെ ഒരു പ്രോസസ്സിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? അർദ്ധ ജുഡീഷ്യറി പ്രോസസ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയാലോ? ഇനി അടുത്ത മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു ഇലക്ഷന്റെ കാര്യത്തിൽ അല്ലെ,
പ്രസിഡന്റ് ഇലക്ഷന്റെ കാര്യത്തിൽ എന്താണ് ഒരു കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട് അല്ലെ. ആ ഇലക്ടറൽ കൂട്ടത്തിലുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രസിഡന്റ് ഇലക്ഷനകത്ത് പങ്കെടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു എന്താണ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ത് ഇലക്ഷനാണ്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് അല്ലെ. നമ്മളെ ജയിപ്പിച്ചവിട്ട ആൾക്കാർ, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇലക്ഷൻ ആണ് എന്ത്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ എവിടെയെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ പ്രസിഡന്റ്? ഇല്ല. നമ്മൾ ജയിപ്പിച്ചവിട്ട ആൾക്കാർ എംപിമാരും MLA മാരും ആണ് ഈ പറയുന്ന പോലെ പ്രസിഡന്റ് ഇലക്ഷനകത്ത് എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത് ആണല്ലോ. അവരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് എന്ത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ആ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ പറഞ്ഞ കാര്യം, ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. ആ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രസിഡന്റ് ഇലക്ഷനകത്ത് വോട്ട് ചെയ്യുമ്പോൾ. ആരൊക്കെയാണ്? ലോക്സഭയിലും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഒന്നാമത്തത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഏതാണ്? സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അല്ലെ. ഒന്നെന്ന് പറഞ്ഞാൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങളല്ല അല്ലെ, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങൾ, എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇങ്ങനെ ടൈപ്പ് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസിഡന്റ് ഇലക്ഷൻ അത് പങ്കെടുക്കുന്നുള്ളൂ. അവിടെ പങ്കെടുക്കാത്ത ആൾക്കാർ ആരൊക്കെയാ? പങ്കെടുക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നോമിനേറ്റഡ് മെമ്പേഴ്സ്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ പങ്കെടുക്കുന്നില്ല. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനകത്ത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ പങ്കെടുക്കുന്നില്ല. അതുപോലെ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ടല്ലോ, നമ്മുടെ 6 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, ബൈക്യാമറൽ ദ്വിമണ്ഡല സഭയുണ്ട് അല്ലെ. ഒരു 6 സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല സഭയുണ്ട്. ഓക്കെ, ആ 6 സംസ്ഥാനങ്ങളിലുള്ള അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും എവിടെ പങ്കെടുക്കുന്നില്ല, ഈ പറയുന്ന പോലെ ഇലക്ഷനകത്ത് പങ്കെടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇംപീച്ച്മെന്റ് പ്രോസസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പാർലമെന്റ് ഫുള്ള് പങ്കെടുക്കുന്നുണ്ട്. ഏതിലോട്ട് വരുമ്പോ? ഈ പറയുന്ന ഇംപീച്ച്മെന്റിലോട്ട് വരുമ്പോൾ ഈ പാർലമെന്റ് ഫുള്ള് പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇംപീച്ച്മെന്റിലോട്ട് വരുമ്പോൾ പാർലമെന്റ് ഫുൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ലോക്സഭയിലെയും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും എവിടെ പങ്കെടുക്കുന്നു? പ്രസിഡന്റ് ഇലക്ഷനകത്ത് പങ്കെടുക്കുന്നു. പാർലമെന്റ് മാത്രമേ പ്രസിഡന്റ് ഇലക്ഷൻ അല്ല, പ്രസിഡന്റ് ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കുന്നു. പാർലമെന്റ് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അവിടെ ആരില്ല? കേന്ദ്രഭരണ പ്രദേശമില്ല, സംസ്ഥാന നിയമസഭയില്ല. ക്ലിയർ ആയല്ലോ? തിരിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞു ഇലക്ഷന്റെ കാര്യത്തില് എന്താണ്, ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. ആ ഇലക്ടറൽ കോളേജിനകത്തുള്ള ആൾക്കാർ മാത്രമേ ഇലക്ഷനകത്ത് പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് ആരൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? സംസ്ഥാന നിയമസഭകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട, അവിടെ ആ വാക്കാണ് നോക്കേണ്ടത്, തെരഞ്ഞെടുക്കപ്പെട്ട. ഓക്കെ, സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവിടെ ആരില്ല? ഇലക്ഷന് പങ്കെടുക്കാൻ വേറെ ആരില്ല? നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഇല്ല, സംസ്ഥാന സമിതി അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഇല്ല. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ, പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പാർലമെന്റ് ഫുള്ള് പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും എവിടെ പങ്കെടുക്കുന്നു? ഈ പറയുന്ന പോലെ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് കേസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് കേസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവിടെ പങ്കെടുക്കാത്ത ആരാണ്? നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക് ഉള്ള ആൾക്കാർ പങ്കെടുക്കുന്നില്ല, കേന്ദ്രഭരണ പ്രദേശം പങ്കെടുക്കുന്നില്ല. അപ്പം രണ്ടും പഠിച്ചു വെക്കുക. ഇലക്ഷന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്നവരുടെയും പങ്കെടുക്കാത്തവരുടെയും, അതുപോലെ ഇംപീച്ച്മെന്റ് കേസിലുള്ളവരും പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരും പഠിച്ചു വെക്കുക. ഇങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് എന്ത്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കൺസെപ്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ മിക്കവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇംപീച്ച്മെന്റ് പ്രോസസ്സിൽ നിന്ന് എവിടെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, ഇംപീച്ച്മെന്റ് പ്രോസസ്സിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 61 ആണെന്ന് മനസ്സിലാക്കുക. പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇതിനകത്ത് ആരൊക്കെ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിനപ്പുറത്തേക്ക് ഇംപീച്ച്മെന്റ് പ്രോസസ്സിന് വേറെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഇതിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് പ്രക്രിയ സംബന്ധിച്ച വകുപ്പ് ഏതാണ് വകുപ്പ്? ആർട്ടിക്കിൾ 61 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇതുപോലെ
ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. നമ്മുടെ PSCയിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഇങ്ങനെയാണ് അപ്രോച്ച്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ഓരോ കൺസെപ്റ്റും വെൽ ക്ലിയർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാം. എല്ലാവർക്കും നല്ലൊരു പഠനം ആശംസിക്കുന്നു. താങ്ക് യു.